എല്ലാവർക്കും നമസ്കാരം. ഡബിൾ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വലിയൊരു സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു നമ്മുടെ ന്യൂഇയറിന്റെ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പ്രത്യേകം വിഷസ് അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു വിചാരിക്കണം. ഫാമിലിയോടൊക്കെ ഒത്തുകൂടി ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തെന്ന് കരുതണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ ഇവിടെയും ഡബ്ലിനിലും നമ്മൾ ചെറിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളും പള്ളിപ്പോക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്ന വിഷുവിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരു കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. കാര്യം ഇന്ന് ലീവ് കാര്യങ്ങളൊക്കെയാണ്. ബട്ട് എന്നാൽ കൂടിയും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൊറോട്ടയും ഇച്ചിരി റൈസും ഒക്കെ ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ചാനലിലൂടെ നമ്മൾ കുറച്ച് കുക്കിങ്ങിന്റെ വിഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെന്താണ് കുറേ സാധനങ്ങൾ മേടിക്കുന്നതിനെ കുറിച്ചുള്ള അൺബോക്സിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടവർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ദിസ് ഇസ് ജസ്റ്റ് ഫ്രം ഡബ്ലിൻ ബാലു. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ നാടൻ ചിക്കൻ കറി കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ട് ഇച്ചിരി മല്ലിയിലേക്ക് കയറിച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചിക്കൻ കാര്യങ്ങളെല്ലാം നമ്മൾ മാരിനേറ്റിംഗ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ മേടിച്ചാണ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീഫ്രോസ്റ്റ് ഒക്കെ ചെയ്ത് അതിന് മസാലകളൊക്കെ ഒന്ന് പുരട്ടി പറക്കി നമുക്ക് എടുക്കാം. അത്യാവശ്യമുള്ള സവോള കാര്യങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നാട്ടിലാകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയണ്ടല്ലേ. വീട്ടിലറിയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവങ്ങൾ നമുക്ക് മേശയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു വിഭവങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി നമുക്ക് ജസ്റ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. നമ്മുടെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ചിക്കൻ ഡീഫ്രോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് കട്ട് ചെയ്ത് കുഞ്ഞു പീസൊക്കെ ആക്കിയിട്ട് അതുപോലെ സവോള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി നമുക്ക് വെച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കൻ നമ്മുടെ നല്ല തൈസ് ആയിട്ടുള്ളതാണ്. ചിക്കൻ തൈസാണ് എടുത്തേക്കുന്നത്. നല്ല തോന്നുന്നില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഇച്ചിരി ഫസ്റ്റ് ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു. എനിവേ നമുക്കത് പീസാക്കി സെറ്റപ്പ് ഒരു കുഞ്ഞു പീസൊക്കെ ആയിട്ട് നമുക്കൊന്ന് എടുത്ത് സെറ്റപ്പാക്കി വയ്ക്കാം. നാട്ടിലാകുമ്പോൾ നമ്മളിതൊന്നും അറിയില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആയി കിട്ടിക്കോളും. പക്ഷേ ഇവിടെയാകുമ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി പെറുക്കി എടുത്ത് അങ്ങോട്ട് താമസമായിരിക്കും. നാട്ടിലാണ് ക്രിസ്മസ്. ഇവിടെ എന്ത് ക്രിസ്മസ് ഇല്ല. ഇവിടെ ഒത്തിരി ക്രിസ്മസ് കാര്യങ്ങളൊന്നും അടിപൊളിക്കാൻ പറ്റത്തില്ല. ഉള്ള രീതിയിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ സാധാരണ പറയുമ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെറിയ പീസ് ആക്കി എന്നിട്ട് ഇവിടെ ആരുള്ള ദിവസം നമുക്ക് അത്യാവശ്യം മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടുണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരു പരിധിക്ക് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ ശരിയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാറില്ല. ഇതിപ്പോൾ നോക്കണ്ട. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ മക്കളുടെ അടുത്തേക്ക് തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ചില ദിവസങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്കതൊരു ബുദ്ധിമുട്ടാവും. ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടെ സ്വെറ്റായി ചാർജ് ആക്കുന്നു. ആദ്യം പിന്നെ ഇന്ന് വരെ നമ്മൾ മുളക് പൊടി കൂടുതൽ ജാസ്തിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മളാണെങ്കിലും പറയണം, നാട്ടിലാണെങ്കിലും മുളക് പൊടി കൂടുതലായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചുമക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചുമച്ചത്. അത് വേണ്ട, മുളക് പൊടി കുറച്ചിട്ട് നമുക്ക് ഇന്നലെ ഭയങ്കര തിരക്കിലായിരുന്നു. ഡിസ്കോയിലൊക്കെ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ഇപ്പോൾ റോഡ് ചത്ത പോലെ കിടക്കും. ഒരു മനുഷ്യൻ വണ്ടി വെക്കുന്നില്ല. ഒരു മനുഷ്യന് വണ്ടി പോകുന്ന സമയം
രാത്രി കുറച്ച് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള സൈഡിലുള്ള ഇതൊക്കെ പാട്ടൊക്കെ കേൾക്കാം. ഒരു തീരൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരത്തെ കയറിയെന്നല്ല, കുറച്ച് ഇങ്ങനെ കണ്ടിട്ട് വരുന്നത്. താമസിച്ച് തന്നെ ഉറങ്ങിയത്, ഒത്തിരി നേരം എടുക്കില്ല. പക്ഷെ എന്നാലും കേൾക്കാനും അവിടുത്തെ പാട്ടുകൾ കാര്യങ്ങളെല്ലാം. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആണ്. ആരും പള്ളിയിൽ പോക്കോ പിന്നെ പള്ളിയിലുള്ള നൈറ്റ് പ്രോഗ്രാംസ്, നൈറ്റ് വിജിൽസ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകുന്നില്ല, പല മലയാളി ഇടവകയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടാകുന്നില്ല, കുറച്ചുണ്ടാകും അത്യാവശ്യം നമുക്ക് ഇത് കഴിയാൻ വേണ്ടി മാത്രം. നാളെ എക്സ്ട്രാ ഷിഫ്റ്റ് ഉണ്ട്, അപ്പം നാളെ ജോലിക്ക് പോകുന്നത് ക്ലിയറിനും മറക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റെപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് സവോള കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ച ചിക്കൻ സെറ്റപ്പാക്കി ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് തോർത്താൻ വയ്ക്കാം. ഒരു ഇത് അഴുക്കോ അരക്കണ്ടെങ്കിൽ പോകാനൊക്കെ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ അതിന് എക്സ്ട്രാ ക്ലിയർ കൊടുത്ത് ഉണ്ടാക്കാം. അപ്പം തന്നെ കഴുകിയിട്ട് നമുക്ക് പോകാം. നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ അത്യാവശ്യം മരുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പച്ചക്കറിവേപ്പില സത്യം പറഞ്ഞാൽ ഫ്രോസൺ ആയിട്ടുണ്ടാകുന്നുണ്ടാകുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം വേണ്ട സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചേട്ടൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് റെഡിയാക്കി നമ്മൾ ഏകദേശം നമ്മുടെ അതിൻ്റെ ഗ്രേവി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ഗ്രേവി ആക്കാൻ വേണ്ടി സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേവി ആക്കിയെടുക്കാം കേട്ടോ.